ഇൻഡിഗോ പ്രതിസന്ധിയും ആഗോള അവധിവേളകളിലെ അമിതമായ വിമാന നിരക്കുകളും കാരണം പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രകൾ ഗൗരവമാകുന്ന പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിൽ UAE കേരള കപ്പൽ സർവീസ് അത്യാവശ്യമായി തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിലുള്ള മലയാളികൾക്ക് അടിയന്തര ആവശ്യങ്ങൾക്കും കുടുംബകാരണങ്ങൾക്കുമായുള്ള യാത്രകൾ പോലും നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം പരിഗണിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേകം താൽപര്യമെടുത്ത് കേന്ദ്ര സംസ്ഥാന തുറമുഖ വകുപ്പുകളുടെ അനുമതിയും ടെൻഡർ നടപടിയും പൂർത്തിയാക്കി 4ാം ലോക കേരള സഭയിൽ നൽകിയ വാഗ്ദാന പ്രകാരം കപ്പൽ സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇപ്പോൾ തന്നെ ചാർട്ടർ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധമാണെന്നും അതിന് ഉടൻ അനുമതി നൽകണമെന്നും നിവേദനത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കേരള ബജറ്റിൽ കപ്പൽ സർവീസ് പദ്ധതിക്കായി അനുവദിച്ച 15 കോടി രൂപ വിനിയോഗിച്ച് കോവിഡ് കാലത്ത് ആരംഭിച്ച ചാർട്ടേഡ് വിമാന സർവീസിന്റെ മാതൃകയിൽ കപ്പൽ സർവീസും ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവ്ലിയാർ സി ചാക്കുണ്ണി നൽകിയ നിവേദനം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസും ചേർന്ന് ചർച്ച ചെയ്തു. വിഷയത്തെ സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഘോഷ അവധിവേളകളിൽ വിമാന നിരക്ക് കുത്തനെ വർദ്ധിക്കുക പതിവാണെങ്കിലും മുൻകാലങ്ങളിലേക്കാളെല്ലാം വിപരീതമായി ഇത്രയധികം അമിതമായ ഒരു ദുരിതം ഇൻഡിഗോ വിമാന പ്രതിസന്ധി കൂടി വന്നതോടുകൂടി മുൻകാലങ്ങളിലൊന്നും അനുഭവിച്ചിട്ടില്ല. ഈ സന്ദർഭം മുതലാക്കി മറ്റ് വിമാന കമ്പനികൾ യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ്. ആഘോഷ അവധികൾക്ക് മാത്രമല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് പോലും നാട്ടിലേക്ക് വന്നു മടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ടൂറിസം മന്ത്രിയെ കാണുകയും നിവേദനം നൽകുകയും സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ മുൻപ് കപ്പൽ സർവീസ് കേരളത്തിൽ വിജയിപ്പിച്ച ദുബായിലെ കമ്പനിയെ ഏൽപ്പിച്ച് അവർ ആരംഭിക്കുമെന്നും കോവിഡ് കാലത്ത് പള്ളി കമ്മിറ്റികൾ പോലും ചാർട്ടർ വിമാന സർവീസ് ആരംഭിച്ചാണ് യാത്രക്കാരെ നാട്ടിലേക്ക് എത്തിച്ചത്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് വിമാനയാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഗൾഫ് സെക്ടറിലുള്ളവർക്ക് ആശ്വാസം നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ടൂറിസം മന്ത്രി അഭ്യർത്ഥിച്ചതും. ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. പരിശോധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന് ലഭിച്ചത്. സർക്കാർ താല്പര്യമെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 15 കോടി അനുവദിച്ചിട്ടുണ്ട് പ്രവാസികളുടെ യാത്രകളെ സംബന്ധിക്കുക. അതെല്ലാം ഉപയോഗിച്ച് എത്രയും പേര് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.